കോഴിക്കോട്ടെ നഗരമധ്യത്തിൽ നിന്നൊരു മനുഷ്യനെ കാണാതായിട്ട്, ഒരു മനുഷ്യൻ അപ്രത്യക്ഷമായിട്ട് ഒരു കൊല്ലം കഴിയുന്നു. മാമി എവിടെ പോയെന്ന ചോദ്യത്തിന് പോലീസ് ഇതുവരെ വ്യക്തമായ ഒരു ഉത്തരവും നൽകിയിട്ടില്ല. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം PV അൻവർ MLA പോലീസിൽ ക്രിമിനൽ മാഫിയ സംഘമുണ്ടെന്നും അവർക്ക് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്നും മാമി അവർ കൊന്നുവെന്ന് സംശയിക്കുന്നുണ്ടെന്നും ആരോപണം ഉന്നയിച്ചത്. ഇതോടെ തണുത്തു നീങ്ങിയിരുന്ന കേസിന് വീണ്ടും ചൂടുപിടിക്കുകയാണ്. ഒടുക്കം കേസ് CBIക്ക് വിടാനുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു സർക്കാർ എന്നാണ് ഏറ്റവും ഒടുവിലുള്ള വിവരങ്ങൾ. നോക്കാം, ആരാണ് മാമി, എന്താണ് മാമിക്ക് സംഭവിച്ചത് എന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. ശരി, എവിടെയാണ് മാമി? അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഈ സമയം ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആട്ടൂർ മുഹമ്മദ് എന്നാണ് മാമിയുടെ മുഴുവൻ നാമം. ആട്ടൂർ മുഹമ്മദ് എന്ന മാമി റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയാണ്, ഇടനിലക്കാരനാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ചാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് നടത്തിയിരുന്നത്. റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയും കൂടിയാണ്. കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയാണ് ആട്ടൂർ മുഹമ്മദ് എന്ന മാമി. 2023 ഓഗസ്റ്റ് 21 അദ്ദേഹത്തെ കാണാതാകുന്നത്. അരയടുത്ത് പാലത്തിൽ, കോഴിക്കോട് അരയടുത്ത് പാലത്താണ് അദ്ദേഹത്തിന്റെ ഓഫീസുള്ളത്. അവിടെ നിന്നും വൈകുന്നേരം പള്ളിയിലേക്കെന്ന് പറഞ്ഞിറങ്ങിയതാണ് മാമി. കാണാതായത് നഗരമധ്യത്തിൽ നിന്ന് വെച്ചാൽ അരയടുത്ത് പാലം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നഗരമധ്യമാണ്, ഹൃദയഭാഗമാണ്. അവിടെ നിന്ന് പള്ളിയിലേക്ക് നമസ്കാരത്തിനെന്ന് പറഞ്ഞ് പോയ മാമിയെ പിന്നീട് കാണാൻ കഴിഞ്ഞിട്ടില്ല, പിന്നീട് കണ്ടെത്തിയിട്ടുമില്ല. കുറച്ചു ദൂരെയാണ് വൈകും എന്നുള്ള ഒരു മെസ്സേജ് കുറച്ചു ദൂരെയാണ് വൈകുമെന്ന് വൈകിട്ട് 7 മണിയോടെ ഭാര്യയ്ക്കൊരു സന്ദേശം അയച്ചു. അതുമാത്രമാണ് ഈ കാണാനാകുന്നതിന് തൊട്ട് മുൻപേയുള്ള ഏക കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആ ഒരൊറ്റ മെസ്സേജ് മാത്രമാണ്. ശരി, ഫോണുകൾ സ്വിച്ച് ഓഫ്. എന്ന് വെച്ചാൽ കാണാതാകുന്നതിന് തൊട്ട് മുൻപേ തന്നെ അദ്ദേഹത്തിന് 2ലധികം ഫോണുകൾ ഉണ്ടായിരുന്നു എന്ന് കുടുംബം പറയുന്നുണ്ട്. ആ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആയിരുന്നു. അദ്ദേഹം പോകാൻ ഇടയുള്ള, എന്ന് വെച്ചാൽ അദ്ദേഹത്തെ അപ്രത്യക്ഷമാകുന്ന ഭാഗങ്ങളിൽ, അദ്ദേഹം പോകാനിടയുള്ള ഭാഗങ്ങളിലേക്ക് CCTVകൾ നിരന്തരം പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. എവിടെയും സംശയാസ്പദമായ രീതിയിൽ ആരെയും കണ്ടില്ല, അദ്ദേഹത്തെയും കണ്ടില്ല എന്നുള്ളതാണ് കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതും തിരോധാനത്തിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കുന്നതും. ഈ കേസ് ആദ്യം അന്വേഷിച്ചത് ഈ അദ്ദേഹത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന, എന്ന് വെച്ചാൽ അദ്ദേഹം കാണാതാകുന്ന ആ സ്ഥലം ഉൾപ്പെടുന്ന നടക്കാവ് പോലീസാണ് ആദ്യം കേസ് അന്വേഷിച്ചത്. പക്ഷെ ഒരു തുമ്പും കണ്ടെത്താനായില്ല. പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം വരുന്നു. MR അജിത് കുമാർ നേതൃത്വത്തിലുള്ള DCP ആയിരുന്നു ആ കേസ് അന്വേഷിച്ചത്. പക്ഷെ പ്രത്യേക അന്വേഷണ സംഘത്തിനും ഈ അന്വേഷണത്തിൽ കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായില്ല. ദുരൂഹതയും വലിയ നിഗൂഢതയും അദ്ദേഹത്തിന്റെ തിരോധാനത്തിന് പിന്നിലുണ്ട് എന്ന് കുടുംബം നിരന്തരം ആരോപിച്ചു. ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. മാമിയെ കണ്ടെത്തുന്നതിന് വേണ്ടി നാട്ടുകാരും ബന്ധുക്കളും ഒപ്പം സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ അടങ്ങുന്ന ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് വലിയ പ്രക്ഷോഭ പരിപാടികളുമായി ആക്ഷൻ കൗൺസിൽ നിലവിൽ രംഗത്തുണ്ട്. അതിനിടെയാണ് ഭാര്യ ഹൈക്കോടതിയിലെത്തിയത്. എന്ന് വെച്ചാൽ ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നു, ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. പിന്നീട് ADGP MR അജിത് കുമാർ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വരുന്നു. ഇതുവരെ ഒരു പുരോഗതിയും ഉണ്ടായില്ല. 1 വർഷം കഴിയുന്നു. അതുകൊണ്ട് CBI അന്വേഷിക്കണമെന്നുള്ള ആവശ്യം ഹൈക്കോടതിയിൽ കുടുംബം, ഭാര്യ റുക്സാന ഹർജി നൽകുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് മലപ്പുറം SP ശശിധരൻ ഈ കേസ് അന്വേഷണത്തിലുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ നേരത്തെ കേട്ടത്. ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസ് ക്ലോസ് ചെയ്യുകയാണ്. കാരണം കുടുംബത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ കാര്യമായി തൃപ്തിയില്ല. അവർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ കേസ് വിടുകയാണ്. ഇനി കേസ് വിട്ടു എന്ന് കാട്ടി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ പക്കലാണ്. സർക്കാർ അത് CBIക്ക് വിടുമോ, ഇനി CBI വരുമോ എന്നൊക്കെ ഉള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താണ് ഈ മാമിയുടെ കേസിൽ എന്ന് വെച്ചാൽ PV അൻവറിന്റെ ഈ ഏറ്റവും ഒടുവിലത്തെ വെളിപ്പെടുത്തൽ ഈ കേസ് അന്വേഷണത്തിൽ, ഈ ദുരൂഹതയിൽ, അദ്ദേഹത്തിന്റെ തിരോധാനത്തിൽ എത്ര കണ്ട് നിർണായകമാണ്? അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ ഞങ്ങളുടെ കോഴിക്കോട് പ്രതിനിധി ഷിത ജഗത് വരും. ഷിതയുടെ റിപ്പോർട്ടിലേക്ക്. 2023 ഓഗസ്റ്റ് 21 ആട്ടൂർ മുഹമ്മദ് എന്ന് പറയുന്ന മാമിയെ കാണാതാകുന്നത്. അരയടുത്ത് പാലത്തെ വീട്ടിൽ നിന്ന് പോയ മാമി പിന്നീട് വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു കുടുംബം. ആദ്യം നടക്കാവ് പോലീസാണ് കേസ് അന്വേഷിച്ചത്. കേസ് കുറേ പേരെ ചോദ്യം ചെയ്തു. ഈ മാമിയുമായി ബന്ധമുള്ള കുറേ പേരുടെ ഫോൺ കോളുകൾ പരിശോധിച്ചു. കുറേ ആളുകളെ ചോദ്യം ചെയ്തു. പക്ഷേ ആ അന്വേഷണത്തിലൊന്നും തന്നെ യാതൊരു തുമ്പും കണ്ടെത്താനായിട്ടില്ല. അതിനെ തുടർന്നാണ് ഈ കുടുംബം വീണ്ടും സമ്മർദ്ദവുമായി രംഗത്ത് വരുന്നു. ഇത്ര ദിവസമായിട്ട് പോലീസ് അന്വേഷിച്ചിട്ട് എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല, എന്തുകൊണ്ട് കൂടുതൽ കേസിൽ പുരോഗതി ഉണ്ടാകുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നതിനിടയിലാണ് ആദ്യം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള നടക്കാവ് പോലീസിന്റെ സംഘമായിരുന്നു കേസ് അന്വേഷിച്ചിരുന്നത്. പിന്നീട് പ്രത്യേക പോലീസ് സംഘത്തിന് ഈ കേസ് കൈമാറി. ADGP അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് കേസ് മലപ്പുറം SP ശശിധരന്റെ മേൽനോട്ടത്തിലേക്ക് മാറ്റുകയായിരുന്നു. അപ്പോഴും ഉണ്ടായിരുന്ന കുടുംബം ആരോപിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘം വന്നെങ്കിൽ പോലും
മുൻപ് അന്വേഷണത്തിൽ ഉണ്ടായിരുന്ന കുടുംബം തൃപ്തികരമല്ല അന്വേഷണം എന്ന് പറഞ്ഞിരുന്ന ആ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ അന്വേഷണ സംഘം രൂപീകരിച്ചത് എന്നുള്ളതാണ്. ഈ കേസും എവിടെയും എത്തില്ല എന്നുള്ള ആരോപണം അവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം PV അൻവർ MLA ഇതുമായി ബന്ധപ്പെട്ട മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികരണം നടത്തുന്നത്. അത് ഈ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയാണ്, വലിയ വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളെല്ലാം നടത്തുന്ന ഒരാളാണ് മാമി. നഗരത്തിലുള്ള വലിയ ആളുകൾക്കെല്ലാം തന്നെ സുപരിചിതനായ ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ മാമിയെ കാണാതായതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാകാം എന്നുള്ള ആരോപണമാണ് ADGP അജിത് കുമാറിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്ന രീതിയിലേക്കുള്ള ഒരു ആരോപണം. പോലീസിന് ഇതിൽ പങ്കുണ്ട്, മാമിയുടെ തിരോധാനത്തിൽ പങ്കുണ്ടെന്നുള്ള അത്തരത്തിലൊക്കെയുള്ള ഒരു ആരോപണമാണ് PV അൻവർ MLA ഉന്നയിച്ചിരുന്നത്. അതിന് പിന്നാലെ വീണ്ടും കുടുംബം രംഗത്ത് വന്നിരുന്നു. കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു. കേരള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കേസിൽ ഇനി മാമിക്ക് എന്ത് സംഭവിച്ചു, മാമി എവിടെയാണുള്ളത്, ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ എവിടെയുണ്ട്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കേരള പോലീസ് അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധിക്കില്ല എന്നുള്ള കാണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയിൽ കുടുംബം ഹർജി നൽകുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് കുടുംബം ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. അതിന് പിന്നാലെയാണ് ഈ അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം SP ശശിധരൻ റിപ്പോർട്ട് നൽകുന്നത്. ഈ അന്വേഷണം CBIക്ക് കൈമാറാം എന്നുള്ള ശുപാർശ കൂടി, അതിൽ എതിർപ്പില്ല എന്ന് കാണിച്ചുകൊണ്ട് കത്ത് കൈമാറുകയാണ്. അതിൽ SP മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരിക്കുന്നത് കുടുംബം തന്നെ തങ്ങളുടെ അന്വേഷണത്തിൽ ഒരു തൃപ്തിയില്ല, വിശ്വാസമില്ല എന്ന കാര്യം പ്രതികരിച്ചു. പിന്നീട് അന്വേഷണം നടത്തുന്നതിൽ കാര്യമില്ല എന്നുള്ളതാണ് SP പറഞ്ഞത്. SP മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചത്, അതിൽ കേസ് ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. കൂടുതൽ തെളിവുകളൊക്കെ ലഭിച്ചിട്ടുണ്ട് കേസിൽ. പക്ഷേ എന്നിരുന്നാൽ പോലും കുടുംബത്തിന് വിശ്വാസമില്ലാത്ത സാഹചര്യത്തിൽ ഇനി ഈ കേസുമായി മുന്നോട്ട് പോകും, പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നതിൽ കാര്യമില്ല എന്നുള്ളതാണ് ഈ SP പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇനി CBIക്ക് ഈ കേസ് വിടുന്നത്. പക്ഷേ CBIക്ക് വിടേണ്ടത്, ഇതിൽ തീരുമാനമെടുക്കേണ്ടതെല്ലാം തന്നെ സർക്കാരാണ്. അങ്ങനെയൊരു ഹൈക്കോടതിയിൽ ഈ ഹർജിയുണ്ട്. ഹൈക്കോടതി 1-ാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സർക്കാരിൻ്റെ എന്താണ് സർക്കാർ നിലപാടെന്നുള്ളത് ഹൈക്കോടതി തേടുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ CBIക്ക് വിടുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ഇപ്പോൾ കുടുംബം വീണ്ടും മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോഴും അവർ പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള അന്വേഷണത്തിൽ ഒട്ടും തന്നെ വിശ്വാസമില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ ഉയർന്നു വന്നിരിക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ നീതി ലഭിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് CBI അന്വേഷണം വേണമെന്നുള്ളൊരു നിലപാടിൽ കുടുംബം ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. പ്രതിപക്ഷവും ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കടത്തുമായും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടാകും, അതുകൊണ്ടാണ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാത്തത് എന്നുള്ളതാണ്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള CBIക്ക് വിടുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിലാണ് അറിയാൻ പോകുന്നത്. കുടുംബം എന്തായാലും CBI അന്വേഷണം വേണമെന്നുള്ള ഒരു ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് കുടുംബം തീരുമാനിച്ചിട്ടുള്ളത്. PV അൻവറിന്റെ വെളിപ്പെടുത്തലും കൂടി വന്നതോടെ കുടുംബത്തിന് കേരള പോലീസിന്റെ പ്രത്യേകിച്ചും ADGP MR അജിത് കുമാർ നേതൃത്വം നൽകിയിരുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ കൂടുതൽ ആ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന വിശ്വാസക്കുറവും തൃപ്തിയില്ലായ്മയും വർദ്ധിക്കുകയാണ് ചെയ്തത്. ആ പശ്ചാത്തലത്തിലാണ് ഈ കേസ് CBIക്ക് വിടുമോ എന്നുള്ള ചോദ്യം ഉയരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് തന്നെയാണ്, CBI വരുമോ, CBI വന്നാൽ തന്നെ ഈ തിരോധാനം എത്ര കണ്ട് കാര്യക്ഷമമായ അന്വേഷണം ഉണ്ടാകും, മാമിയെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടത് വരും നാളുകളാണ്.